Hello students, it's me Joyce Abraham. Welcome to Maths Learning Hub. കഴിഞ്ഞ ക്ലാസ്സിൽ റിയൽ നമ്പേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കതിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇവിടെ ആൻസർ പറയുന്ന കൂടെ തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്ന കറക്റ്റ് ആൻസർ ആണെങ്കിൽ അവിടെ മാർക്ക് ഇട്ട് പോവുകയും ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ക്ലാസ് ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ആദ്യം നിങ്ങൾ ഇതിൻ്റെ ആൻസേഴ്സ് എല്ലാം എഴുതുക. അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക. സെക്ഷൻ എയിൽ 1 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് പൈ. പൈയുടെ ഡെസിമൽ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പൈ എന്ന് പറയുന്നത് എന്ത് നമ്പറാണ്? പൈ ഇസ് ആൻ ഇറാഷണൽ നമ്പർ. ഇറാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ്, അല്ലെങ്കിൽ എന്ത് പറയാം, നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. ബി ആണ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റെക്കറിങ്. അപ്പം ആൻസർ ബി എഴുതിയിരിക്കുന്നവർക്ക് 1 മാർക്ക് അവിടെ കൊടുക്കാം. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് 2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എ ആൻഡ് ബി ആർ റിട്ടൺ ആസ് എ ഈക്വൽ ടു എക്സ് ക്യൂബ് ഇൻറ്റു വൈ സ്ക്വയർ ആൻഡ് ബി ഈക്വൽ ടു എക്സ് വൈ ക്യൂബ് വെർ എക്സ് ആൻഡ് വൈ ആർ പ്രൈം നമ്പേഴ്സ്, ദെൻ HCF ഓഫ് എ ബി. എയുടെയും ബിയുടെയും എയും ബിയും നമുക്ക് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈയിലാണ് തന്നേക്കുന്നത്. എക്സും വൈയും പ്രൈം നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് 2 and 3 അല്ലെ 5, 7 അതുപോലത്തെ നമ്പേഴ്സാണ് ഈ എക്സ് വൈ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ HCF കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ എടുത്തെഴുതാം. എ എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ഇൻറ്റു വൈ സ്ക്വയർ, ബി എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈ ക്യൂബ്. അപ്പോൾ ഇതിൻ്റെ HCF എന്തായിരിക്കും വരുന്നത്? HCF എന്ന് പറയുന്നത് ഇപ്പോൾ എക്സിൻ്റെ പവേഴ്സ് നോക്കുവാണെങ്കിൽ എക്സ് ക്യൂബ് എക്സ്. അപ്പം ഏതാ എടുക്കേണ്ടത്? അതിൻ്റെ അകത്തെ കോമൺ ഉള്ളതിൽ ഹയസ്റ്റ്, അപ്പം എക്സ് ആണ് വരുന്നത്. HCF ഓഫ് എ ബി എന്ന് പറയുന്നത് എക്സിൻ്റെ പവർ വരുമ്പോൾ എക്സ് എന്ന് മാത്രമേ വരുള്ളൂ. എക്സ് ക്യൂബ് എക്സിൻ്റെ അകത്ത് നമ്മൾ എക്സ് എടുക്കും. അതുപോലെ തന്നെ വൈ സ്ക്വയർ വൈ ക്യൂബിൻ്റെ അകത്ത് നിന്ന് കോമൺ ഉള്ളതിൽ ഹയസ്റ്റ് ഏതാ? വൈ സ്ക്വയർ. അപ്പോൾ എക്സ് വൈ സ്ക്വയർ ആണ് HCF. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ? എക്സ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പം ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നവർക്ക് അവിടെ 1 മാർക്ക് കൊടുക്കാം. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ, the product of a non-zero rational and an irrational number is. അതായത് ഒരു നോൺ സീറോ റാഷണലും അതുപോലെ ഒരു ഇറാഷണലിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എപ്പോഴും എന്തായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇസ് ഓൾവേസ് ഇറാഷണൽ, ഓൾവേസ് റാഷണൽ, റാഷണൽ ഓർ ഇറാഷണൽ, നൺ ഓഫ് ദീസ്. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതായിരിക്കും ആൻസർ വരുന്നത്? പ്രോഡക്റ്റ് ഓഫ് നോൺ സീറോ റാഷണൽ. നോൺ സീറോ റാഷണൽ എന്ന് പറയുമ്പോഴേക്കും സീറോ അല്ലാത്ത ഏത് റാഷണൽ, പി വൈക്ക് ഫോമിലുള്ള ഏത് നമ്പർ വേണേലും ആവാം. അതും ഒരു ഇറാഷണലും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും എന്തേ വരുള്ളൂ? ഇസ് ഓൾവേസ് ആൻഡ് ഇറാഷണൽ. ചെക്ക് ചെയ്ത് നോക്കിയോ. ഇപ്പം 2 ഇൻറ്റു √3 എന്ന് പറയുമ്പോൾ 2√3 നമുക്കറിയാം അത് ഇറാഷണൽ നമ്പറാണ്. അല്ലെങ്കിൽ -1/2 ഇതൊക്കെ റാഷണൽ നമ്പറാണ്. -1/2 ഇൻറ്റു √5 ഇസ് ഈക്വൽ ടു -√5/2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു റാഷണൽ നമ്പർ. അങ്ങനെ ഏത് നോൺ സീറോ റാഷണൽ എടുത്തിട്ട് ഒരു ഇറാഷണലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് എപ്പോഴും എന്തായിരിക്കും? ഓൾവേസ് ഇറാഷണൽ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നവർക്ക്, എ ആണ് എടുത്ത് എഴുതിയിരിക്കുന്നവർക്ക് അവിടെ 1 മാർക്ക് കൊടുക്കാം. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ a and 3 there exist unique integers q and r such that a equal to 3q plus r where r must satisfy. ഇതെന്താ ഇവിടെ ശരിക്കും തന്നിരിക്കുന്നത്? ഇത് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയാണ് അല്ലേ. അതായത് ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ a and 3 എന്ന് പറയുന്നത് എന്താ ഇവിടെ? b. a and b എന്നാണ് നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ പഠിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ക്വസ്റ്റിൻ്റെ അകത്ത് a and 3. അപ്പോൾ ഇവിടെ b എന്ന് പറയുന്നത് 3 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹിയർ b is equal to 3. ബാക്കി ഒക്കെ സെയിം തന്നെയാണ്. ദർ എക്സിസ്റ്റ് യുണീക്ക് ഇൻറ്റിജേഴ്സ് q ആൻഡ് r സാറ്റിസ്ഫൈങ് a ഈക്വൽ ടു bq പ്ലസ് r. അവിടെ അതിന് പകരം a is equal to 3q പ്ലസ് r വേർ ആറിൻ്റെ റെസ്ട്രിക്ഷൻസ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. നമുക്കറിയാം ആ ലെമ്മയിൽ തന്നെ അവിടെ അത് പറയുന്നുണ്ട്. ആറിൻ്റെ നേച്ചർ എന്താ വരുന്നത്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ 3 അല്ലേ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ, അതായത് ആറിന് ഉദ്ദേശിക്കുന്ന റിമൈൻഡറാണ്. റിമൈൻഡർ നമുക്ക് ഒന്നല്ലെങ്കിൽ 0 വരാം, അല്ലെങ്കിൽ ഈ ബി യെക്കാൾ, അതായത് ബി എന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ ഡിവൈസറാണ്. ആ ഡിവൈസറിനെക്കാട്ടിലും 1 ലെസ് ആയിട്ടുള്ള നമ്പർ വരെ ഈ റിമൈൻഡറിന് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഏതായിരിക്കും ഓപ്ഷൻ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ r ലെസ് ദാൻ 3 എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സോ നമ്മുടെ ആൻസർ എ ആണ്.
ഇവിടെ നമുക്ക് ഇതിപ്പോൾ ഓൾറെഡി അറിയാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓപ്ഷൻസ് തരുമ്പോൾ നമുക്ക് ഡൗട്ട് വരും. 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ 3 ആണോ, ഇവിടെയാണോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അതിൻ്റെ കണ്ടീഷനൊക്കെ നിങ്ങൾ ആ ലെമ്മ പഠിക്കുന്ന കൂടെ തന്നെ പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഓപ്ഷൻ എ എന്ന് എഴുതി വെക്കുന്നത് അവിടെ 1 മാർക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 5. 987 ഡിവൈഡഡ് ബൈ 10,500 വിൽ ഹാവ് 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ, നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ, നൺ ഓഫ് ദീസ്. നമുക്കറിയാം ഇതൊരു റാഷണൽ നമ്പറാണ്. റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ഐദർ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഓർ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. ഈ 2 രീതിയിൽ വരുള്ളൂ. ഇനി ഇതിലേതാണെന്ന് എങ്ങനെ അറിയുന്നത്? നമുക്കതിൻ്റെ P/Q ഫോമിൽ തന്നിരിക്കുന്നതിൻ്റെ Q is of the form എങ്ങനെയായിരുന്നാൽ മതി? Q is of the form 2 raised to m into 5 raised to n. അതായത് നമ്മൾ ഈ ഡിനോമിനേറ്ററിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് 2ഉം 5ഉം മാത്രമേ അതിൻ്റെ അകത്ത് ഫാക്ടേഴ്സ്, അതിൻ്റെ പവേഴ്സ് മാത്രമേ വരുന്നുള്ളെങ്കിൽ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ നമ്മളിവിടെ നോക്കണം. ഈ തന്നിരിക്കുന്ന ഈ നമ്പേഴ്സ് കോ പ്രൈം ആണോ എന്ന് നോക്കണം. അതായത് ഈ തന്നിരിക്കുന്ന റാഷണൽ ഫോം ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണോ എന്ന്. അല്ലെങ്കിൽ ഏതെങ്കിലും കോമൺ നമ്പർ ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തതിന് ശേഷം മാത്രമേ അവിടുന്ന് Q സെലക്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആണോ. ഇപ്പോൾ 10,500 സം ഓഫ് ഡിജിറ്റ്സ് നോക്കിയാൽ 1 + 5 6, അത് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി ന്യൂമറേറ്റർ 9 + 8 + 7 ചെയ്യുമ്പം നമുക്ക് 24 വരും. 24 എന്ന് പറഞ്ഞാൽ 2 + 4 6, അതും 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ 3 കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം വേണം അവിടുന്ന് Q സെലക്ട് ചെയ്യാം. അപ്പോൾ രണ്ടും നമുക്ക് ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്പർ 10,500 ഞാൻ എഴുതി. ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2,100, പിന്നെ 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. 420, again 5, 84 ഈവൻ നമ്പർ ആണ്. അപ്പോൾ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 42, പിന്നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 21, ഇനി 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 7 3s are 21. അപ്പോൾ നമുക്ക് ഇത്രയും 2 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്, 5 ഉണ്ട്, ഇത്രയും പ്രൈം നമ്പേഴ്സ് ഈ 10,500 വന്നിട്ടുണ്ട്. ഇനി അടുത്ത നമ്പർ 987. 987 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു 3 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 329 വരും. 329 ഇനി 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. അടുത്ത് നോക്കിയാൽ 7 കൊണ്ട് ഇത് ഡിവിസിബിൾ ആണ്. എന്തായിരുന്നു 7ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ്? ലാസ്റ്റ് ഡിജിറ്റിൻ്റെ ട്വൈസ് എടുക്കുക. അതായത് 9 × 2 18, ദെൻ 32 - 18 ചെയ്യുക. അപ്പോൾ നമുക്കത് 7 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് കിട്ടും. 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന 47 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നോക്കിയാൽ കോമൺ ഫാക്ടേഴ്സ് ഇവിടെയും 3 7 ഉണ്ട്, ഇവിടെയും 3 7 ഉണ്ട്. അപ്പോൾ 3 7 നമുക്ക് ക്യാൻസലായി പോകും ആക്ച്വലി ഇവിടുന്ന്. അതായത് ഈ 987 ഡിവൈഡഡ് ബൈ 10,500 ഈക്വൽ ടു, ഇതിനെ ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ കൊടുത്തെഴുതുവാണ്. 47 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ വരുന്നത് 2² × 3 × 5³ × 7 എന്ന് വന്നു. ഇതിൽ കോമൺ നമ്പേഴ്സ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. 3 3 ക്യാൻസൽ ആവും, 7 7 ക്യാൻസൽ ആവും. ബാക്കി വരുന്ന നമ്പർ ഏതാ? വിച്ച് ഇസ് ഈക്വൽ ടു 47 ഡിവൈഡഡ് ബൈ 2² × 5³. ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്റർ ഇതിങ്ങനെ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ ഡിനോമിനേറ്റർ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇതാണ് Q. സോ ഹിയർ Q ഈസ് ഓഫ് ദ ഫോം 2² × 5³. അതായത് Qൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ത് മാത്രമേ വന്നിട്ടുള്ളൂ? 2 and 5. സോ ഈ തന്നിരിക്കുന്ന റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കും? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ. കറക്റ്റ് ആയിട്ടുള്ളവർ അവിടെ 1 മാർക്ക് കൊടുക്കുക. 6th question. Give an example to show that the product of a rational number and an irrational number may be a rational number. ഇതിനോട് സിമിലർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഏതായിരുന്നു അത്? അതായത് 3rd question. The product of a non-zero rational and an irrational number. ഒരു നോൺ സീറോ റാഷണലും ഇറാഷണൽ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടുന്നത് എന്തായിരിക്കും? റിസൾട്ടിംഗ് നമ്പർ എന്ന് പറയുന്നത് ഇസ് ഓൾവേസ് ഇറാഷണൽ. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്താണ്? 6th question എന്താണ്? Give an example to show that the product of a rational number and an irrational number may be a rational number. അതായത് ഒരു റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റാഷണൽ നമ്പർ കിട്ടുന്നതിന് ഒരു എക്സാമ്പിൾ കൊടുക്കാനായിട്ട്. ഏതായിരിക്കും അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതാൻ പറ്റുന്നത്? അതായത് നമുക്ക് ഒരു റാഷണൽ നമ്പറും പിന്നെ വേറൊരു റാഷണൽ നമ്പർ. ആ റാഷണൽ നമ്പർ നമുക്ക് ഏതായിട്ട് എടുക്കാം?
ആ റാഷണൽ നമ്പർ 0 ആയിട്ട് സെലക്ട് ചെയ്യാം. കാരണം എന്താ ചെയ്ത് കാണിച്ചു തരാം. ദാറ്റ് റാഷണൽ നമ്പർ ഈക്വൽ ടു 0. അതുപോലെ ഇറാഷണൽ നമ്പർ ഏത് വേണേലും നമുക്ക് എടുക്കാം. ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് റൂട്ട് 2 തന്നെ എടുക്കാം. ദെൻ അതിൻ്റെ പ്രോഡക്റ്റോ, ഇറ്റ്സ് പ്രോഡക്റ്റ് of the two numbers is equal to 0 into root 2 is equal to എന്താ ആൻസർ വരുന്നത് 0. 0 എന്ന് പറയുന്നത് എന്താ, ഒരു റാഷണൽ നമ്പർ ആണ്. 0 is a rational number. അപ്പോൾ നോക്കിയേ, നമുക്ക് അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് നോൺ സീറോ റാഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോൺ സീറോ റാഷണലിനും ഒരു ഇറാഷണലും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇറാഷണൽ നമ്പർ തന്നെ കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് നോൺ സീറോ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു എക്സാമ്പിൾ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രോഡക്റ്റ് ഓഫ് എ റാഷണൽ നമ്പർ ആൻഡ് എൻ ഇറാഷണൽ നമ്പർ മേ ബി എ റാഷണൽ നമ്പർ. അതായത് ഒരു റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും റാഷണൽ നമ്പർ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു എക്സാമ്പിൾ. അത് ഈ 0 മാത്രം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇതുപോലെ റാഷണൽ നമ്പർ കിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഏത് നോൺ സീറോ റാഷണൽ കൊണ്ട് ഇറാഷണൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കിട്ടുന്ന ആൻസേഴ്സ് എപ്പോഴും എന്തായിരിക്കും, ഇറാഷണൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ റാഷണൽ നമ്പർ 0 എന്നും ഇറാഷണൽ നമ്പർ ഏത് വേണേലും എടുക്കാം. റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 5, റൂട്ട് 7 ഏത് നമ്പർ വേണേലും കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് അതിൻ്റെ എക്സാമ്പിളായിട്ട് 2 നമ്പേഴ്സ് എടുത്ത് ഇങ്ങനെ എഴുതി കാണിച്ചാൽ മതി. അപ്പം ഇങ്ങനെ ചെയ്തിരിക്കുന്ന 0 എന്നുള്ള ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ 1 മാർക്ക് കൊടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് ദ റാഷണൽ നമ്പർ 33 divided by 2 cube into 5 square will terminate after dash decimal places. അതായത് ഈ ഡെസിമൽ എക്സ്പാൻഷൻ എത്ര പ്ലേസ് കഴിയുമ്പോഴാണ് ടെർമിനേറ്റ് ആവുന്നതെന്നുള്ളതാണ്. ഈ റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എത്ര പ്ലേസ് കഴിയുമ്പോഴാണ് ടെർമിനേറ്റ് ആവുന്നതെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന് ഞാൻ ആ നോട്ടിൻ്റെ അകത്ത് എഴുതി തന്നിട്ടുണ്ട്. ഇവിടെ ഡിനോമിനേറ്ററിലെ ഹയസ്റ്റ് പവർ ഏതിൻ്റെയാണോ, ഇവിടെ നമുക്ക് 2 cube into 5 square, ഇവിടെ ഹയസ്റ്റ് പവർ ഏതാ, 2ൻ്റെ പവർ 3. അപ്പോഴേക്കും ഇത് 3 ഡെസിമൽ പ്ലേസസ് കഴിയുമ്പോഴായിരിക്കും ഇത് ടെർമിനേറ്റ് ആവുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ആഫ്റ്റർ 3 ഡെസിമൽ പ്ലേസസ് എന്നുള്ളതാണ്. ആഫ്റ്റർ 3 ഡെസിമൽ പ്ലേസസ്. അങ്ങനെ ആ റിസൾട്ട് ഓർത്തിരിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ആൻസർ എഴുതാം. എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, 2ൻ്റെയും 5ൻ്റെയും പവേഴ്സ് നോക്കുക, അതിൻ്റെ അകത്ത് ഹയസ്റ്റ് പവർ ഏതാണോ അതായിരിക്കും അത്രയും ഡെസിമൽ പ്ലേസ് കഴിയുമ്പോഴായിരിക്കും ആ റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ആവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് അങ്ങനെ ഓർക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാലും മതി. അതായത് ഇതിനെ ഡെസിമൽ എക്സ്പാൻഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഇവിടെ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 33 divided by 2 cube into 5 square അല്ലേ. അപ്പോൾ ഇതിനെ ഡെസിമൽ എക്സ്പാൻഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ 2 cube 5 square ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു ഇൻറ്റു 5 കൂടെ വന്നു കഴിഞ്ഞാൽ 5 ക്യൂബ് ആകും. നമുക്ക് 10ൻ്റെ പവറായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡിനോമിനേറ്ററിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ ചേഞ്ച് ആവാതിരിക്കാനും നമ്മൾ ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. ഇനി എന്താ ചെയ്യേണ്ടത്, 33 into 5 divided by 10 ക്യൂബ് എന്ന് വരും. 33 into 5 that is 165 divided by 10 ക്യൂബ് that is 1000. ഇനി ഇത് ഡെസിമൽ എക്സ്പാൻഷൻ ഇതിൻ്റെ എഴുതുമ്പോൾ എന്താ വരുന്നത്, 0.165. അപ്പോൾ നോക്കിയേ 3 പ്ലേസസ് കഴിഞ്ഞപ്പോഴേക്കും ടെർമിനേറ്റിംഗ് ആണിത്. അല്ലെങ്കിൽ ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് ഇതുപോലെ ഈ റിസൾട്ട് ഓർത്തിരുന്നാൽ മതി. ഹയസ്റ്റ് പവർ ഏതാണോ ആ പവർ ആയിരിക്കും അത്രയും ഡെസിമൽ പ്ലേസസ് കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആവുന്നത്. സോ ആഫ്റ്റർ 3 ഡെസിമൽ പ്ലേസസ് ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് 1 മാർക്ക് കൊടുക്കാം. അടുത്തത് 8th question. If the HCF of 65 and 117 is expressible in the form 65m minus 117, then the value of m is. അതായത് ഇവിടെ എന്താ ചെയ്യേണ്ടത്, 65ൻ്റെയും 117ൻ്റെയും HCFനെ 65m മൈനസ് 117 എന്ന് എഴുതുവാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ HCF എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ ഇവിടെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ കൂടിയാണ് HCF കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ 65നെ 117നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 65നെ ആദ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പം 65 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13 വരും. 13 പ്രൈം നമ്പറാണ്. അപ്പം 65നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, 65 ഈക്വൽ ടു 5 ഇൻറ്റു 13. നെക്സ്റ്റ് നമ്പർ 117നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 3 കൊണ്ട് ഡിവിസിബിളാണ്. 7 + 1 8 + 1 9. 9 ഡിവിസിബിൾ ബൈ 3 ആയതുകൊണ്ട് 117നും ഡിവിസിബിൾ ബൈ 3 ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 39 വരും. 39 പിന്നെയും 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 39നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 13.
അപ്പോൾ 3 സ്ക്വയർ ഇൻറ്റു 13 അതാണ് 117 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പം 3 സ്ക്വയർ ഇൻറ്റു 13. ഇനി നോക്കിയേ എന്തായിരിക്കും ഇതിൻ്റെ എച്ച് സി എഫ് വരുന്നത്. എച്ച് സി എഫ് ഓഫ് 65 ആൻഡ് 117 ഈക്വൽ ടു ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നത് 13. 5 വേറെയില്ല, 3ൻ്റെ ടേം വേറെയില്ല, 13 മാത്രമേ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളൂ. അപ്പം അടുത്ത ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 13. ഇനി ഇവിടെ നമുക്ക് 13 ഈക്വൽ ടു ഈ എച്ച് സി എഫിനെ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്താൽ എമ്മിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 13 ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, 65m മൈനസ് 117. ഇവിടുന്ന് ഈക്വേഷൻ സോൾവ് ചെയ്ത് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് 65m ഇസ് ഈക്വൽ ടു 13ഉം 117 പ്ലസ് 13 വരും അല്ലേ. ഈ ടേമിന് ഞാൻ ഇപ്പുറത്തേക്ക് എഴുതി കേട്ടോ. 117 പ്ലസ് 13 എന്ന് പറഞ്ഞാൽ 130 ആണ്. 130. സോ എം ഇസ് ഈക്വൽ ടു 130 ഡിവൈഡഡ് ബൈ 65. 130നെ 65 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 2. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്താ, ദ വാല്യൂ ഓഫ് എം ഈസ് 2. അപ്പം 2 എന്ന് ആൻസർ എഴുതിയിരിക്കുന്നവർ അവിടെ 1 മാർക്ക് കൊടുക്കുക. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. If HCF of 6a is 2 and LCM of 6a is 60, then find a. നമുക്കൊരു റിസൾട്ട് അപ്ലൈ ചെയ്യാം. എന്തായിരുന്നു, രണ്ട് നമ്പേഴ്സിൻ്റെ LCM HCF ഉണ്ടെങ്കിൽ അതെന്തിനോട് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്, അതിൻ്റെ പ്രോഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കും. അതായത് ഇതായിരുന്നു നമ്മുടെ റിസൾട്ട്, LCM ഇൻറ്റു HCF ഇസ് ഈക്വൽ ടു a ഇൻറ്റു b, വേറെ a ആൻഡ് b ആർ ഗിവൺ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു നമ്പർ തന്നിട്ടുണ്ട് 6, മറ്റേ നമ്പർ അതായത് ബി അല്ലെങ്കിൽ അത് എ ആയിട്ട് തന്നെ ഇവിടെ നമുക്ക് കൊടുക്കാം. വേറെ സെക്കൻഡ് നമ്പർ അൺനോൺ ആണ്, അതാണ് ഇവിടെ എ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ എച്ച് സി എഫും എൽ സി എമ്മും തന്നിട്ടുണ്ട്. ഇവിടെ അപ്ലൈ ചെയ്യാൻ നമുക്ക് എൽ സി എം ഇൻറ്റു എച്ച് സി എഫ്. അപ്പോൾ 60 ഇൻറ്റു എച്ച് സി എഫ് 2 ആണ്, ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു എ, ദെൻ എ ഇസ് ഈക്വൽ ടു 60 ഇൻറ്റു 2 ബൈ 6 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ 10 വരും. സോ 20. അപ്പോൾ എയുടെ വാല്യൂ എന്താ വരുന്നത്, 20. അപ്പോൾ 20 എന്ന് ആൻസർ കിട്ടിയിരിക്കുന്നവർ 1 മാർക്ക് കൊടുക്കുക അവിടെ. ക്വസ്റ്റ്യൻ നമ്പർ 10. ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ ഓൾ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 10 ബോത്ത് ഇൻക്ലൂസീവ്. എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെ ബോത്ത് ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 1 and 10 എന്ന് പറഞ്ഞാൽ 1ഉം 10ൻ്റെ ഇടയ്ക്കുള്ളതെന്നാണ് വരുന്നത്. പക്ഷേ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബോത്ത് ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് 1 and 10 അല്ലെങ്കിൽ ഫ്രം 1 to 10 എന്നുള്ളതാണ് വരുന്നത്. അതായത് ഈ 1 മുതൽ 10 വരെയുള്ള എല്ലാ നമ്പേഴ്സ് കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലീസ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ നമ്പേഴ്സ് കൊണ്ടെല്ലാം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ എല്ലാം കൂടെ എൽ സി എം, അതായത് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ എൽ സി എം ആണ് കാണേണ്ടത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എൽ സി എം ഓഫ് 1 2 3 4 5 6 7 8 9 10 ഇത്രയും നമ്പേഴ്സിൻ്റെ എൽ സി എം കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി കുറേ നമ്പേഴ്സ് എല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് എടുത്ത് എഴുതേണ്ട ആവശ്യമല്ല. അല്ലാത്ത നമ്പേഴ്സിനെ ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ. അതായത് ഇപ്പോൾ ഞാൻ ഈ 1 2 3 5 7 ഇത്രയും നമ്പേഴ്സിന് അങ്ങനെ തന്നെ കിടക്കട്ടെ. കാരണം ഈ 2 3 5 7 പ്രൈം നമ്പേഴ്സാണ്. 1 എന്ന് പറയുന്നത് പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. അതുപോലെ 1 ഇൻറ്റു ഏത് നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആ നമ്പർ തന്നെയായിരിക്കും ആൻസർ വരുന്നത്. സോ നമുക്ക് ബാക്കിയുള്ള നമ്പേഴ്സിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ വരുന്നത് 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ. നെക്സ്റ്റ് നമ്പർ 6 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 3. നെക്സ്റ്റ് നമ്പർ 8 എടുത്തു കഴിഞ്ഞാൽ അത് 2 ക്യൂബാണ്. 9 എടുത്തു കഴിഞ്ഞാൽ 3 സ്ക്വയർ ആണ്. 10 വരുമ്പോൾ അത് 2 ഇൻറ്റു 5. ഇനി ഏതായിരിക്കും എൽ സി എം എന്ന് പറയുന്നത്, ഇത്രയും നമ്പേഴ്സിൻ്റെ എൽ സി എം എന്ന് പറയുന്നത് എന്താ വരുന്നത്, 2ൻ്റെ പവേഴ്സ് നോക്കിയാൽ 2 2 സ്ക്വയർ 2 ക്യൂബ്. അപ്പോൾ അതിൻ്റെ അകത്തെ ലീസ്റ്റ് പവർ വരുന്നത് 2 ക്യൂബാണ്. സോ 2 ക്യൂബ് ഇൻറ്റു, ഇനി 3 എടുത്തു കഴിഞ്ഞാൽ 3 ഉണ്ട്, 3 സ്ക്വയർ ഉണ്ട്. അപ്പോൾ 3 സ്ക്വയർ കൊടുക്കാം നമുക്ക്. നെക്സ്റ്റ് നമ്പർ 5 എടുത്താൽ 5 തന്നെ. അപ്പോൾ ഇൻറ്റു 5. അടുത്ത നമ്പർ 7. അപ്പോൾ നോക്കിയേ 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 7. ഇതാണ് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ എൽ സി എം എന്ന് പറയുന്നത് 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 7. ഈ നമ്പേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 ഇൻറ്റു 9 ഇൻറ്റു 5 ഇൻറ്റു 7 ചെയ്യുമ്പോൾ കിട്ടുന്നത് 2520. അപ്പോൾ എന്താ ഈ 2520 നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്താ, അത് 1 മുതൽ 10 വരെയുള്ള ഏത് നമ്പർ കൊണ്ടും ഈ 2520 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം 2520 എന്ന് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 1 മാർക്ക് കൊടുക്കുക. സെക്ഷൻ ബിയിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്.
ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വീതമാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 11, ക്യാൻ ടു നമ്പേഴ്സ് ഹാവ് 15 ആസ് HCF ആൻഡ് 350 ആസ് LCM? വൈ? അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ LCM 350യും HCF 15ഉം ആകാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ HCF LCMത്തിനെ എപ്പോഴും ഡിവൈഡ് ചെയ്യും, കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ LCM ഈസ് ഡിവിസിബിൾ ബൈ HCF. അങ്ങനെ ഞാനൊരു റിസൾട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്? 350നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്താൽ മതി. 350 ഡിവൈഡഡ് ബൈ 15 ചെയ്യാം. 2 ടൈംസ് പറ്റും, 30, 50, 3 ടൈംസ് എടുക്കുമ്പോഴേക്കും 45, റിമൈൻഡർ 5. നമുക്ക് ഡിവിഷൻ പോസിബിൾ അല്ല. അപ്പോൾ നോക്കി റിമൈൻഡർ നമുക്ക് എത്ര കിട്ടി? 5 കിട്ടി. അതായത് 350നെ 15 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താ, ഒരു രണ്ട് നമ്പേഴ്സിൻ്റെ LCM 350യും HCF 15ഉമായിട്ട് വരാൻ പറ്റില്ല. On dividing 350 by 15, we get 23 as quotient and 5 as the remainder. Since LCM is not exactly divisible by the HCF, അതാണ് y എന്നുള്ളതിൻ്റെ റീസൺ അതാണ് കേട്ടോ. Two numbers cannot have 15 as their HCF and 350 as their LCM. ഇപ്പോൾ cannot have 15 as their HCF and 350 as their LCM എന്ന് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ 1 മാർക്ക് കൊടുക്കാം. അതിൻ്റെ റീസൺ LCM is not exactly divisible by HCF എന്ന് പറഞ്ഞിട്ട് ഈ ഡിവിഷനും കൂടെ അങ്ങനെ കാണിച്ചിട്ടുള്ളവർക്ക് 2 മാർക്സും കംപ്ലീറ്റ് മാർക്കും കൊടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12, റൈറ്റ് ദ ഫോളോയിങ് റാഷണൽ നമ്പേഴ്സ് ഇൻ ദ ഡെസിമൽ ഫോം. ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എഴുതാനായിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതം, അങ്ങനെ 2 മാർക്സ് വരും, രണ്ടും കറക്റ്റ് ആണെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 113 ഡിവൈഡഡ് ബൈ 40. 113 ബൈ 40. ഇത് നമുക്ക് രണ്ടും കോപ്രൈം നമ്പറാണ്. നമുക്കിതിനെ സിംപ്ലസ് ഫോമിൽ വേറെ ഇനി കോമൺ ഫാക്ടർ എടുത്ത് കട്ട് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ക്യൂ എന്ന് പറയുന്നത് ഏതാ? 40. 40യുടെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 40നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 20, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത 10, 2, 5. ഇപ്പോൾ 2 ക്യൂബ് ഇൻറ്റു 5 എന്നാണ് 40 നമുക്ക് എഴുതേണ്ടത്. 113 ഡിവൈഡഡ് ബൈ 2 ക്യൂബ് ഇൻറ്റു 5. ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എഴുതാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് 2 ക്യൂബ്, ഹയസ്റ്റ് പവർ ഉള്ളത് 2 ആണ്, അത് 2 ക്യൂബ് ഉണ്ട്, ഇൻറ്റു 5 എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 5 സ്ക്വയർ ഉണ്ട്, അതും 5 ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ ടോട്ടൽ അത് 10⁻³ എന്നാവും. അപ്പോൾ എക്സ്ട്രാ 5 സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ന്യൂമറേറ്ററിലും 5 സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി 113 ഇൻറ്റു 5 സ്ക്വയർ, ദറ്റ് ഈസ് 25, ഡിവൈഡഡ് ബൈ 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ്, ദറ്റ് ഈസ് 10 ക്യൂബ്. അല്ലെങ്കിൽ 113 ഇൻറ്റു 25 വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2825 ആണ്, ഡിവൈഡഡ് ബൈ 1000, which is equal to 2.825. So the answer is 113 by 40യുടെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 2.825. നെക്സ്റ്റ് നമ്പർ 27 ഡിവൈഡഡ് ബൈ 8. 27 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബാണ്. ഇപ്പോൾ ഇവിടെ 10ൻ്റെ പവറായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ നമ്മളൊരു 5 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വാല്യൂ ചേഞ്ച് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിൽ 5 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 27 ഇൻറ്റു 5 ക്യൂബ് എന്ന് പറയുന്നത് 125, ഡിവൈഡഡ് ബൈ 10 ക്യൂബ്. 27 ഇൻറ്റു 125 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3375. 3375 ഡിവൈഡഡ് ബൈ 1000, അല്ലെങ്കിൽ ആൻസർ എങ്ങനെ എഴുതാം? 3.375. അപ്പോൾ നോക്കിയേ, രണ്ട് നമ്പേഴ്സിൻ്റെയും 113 by 40യുടെ ഡെസിമൽ എക്സ്പാൻഷൻ വരുന്നത് 2.825. അതുപോലെ തന്നെ 27 by 8ൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ വരുന്നത് 3.375. രണ്ട് ആൻസേഴ്സും കറക്റ്റ് ആയിട്ടുള്ളവർ 2 മാർക്സ് കൊടുത്തോളുക. ഒരെണ്ണം മാത്രമേ ശരിയായിട്ടുള്ളെങ്കിൽ അവിടെ 1 മാർക്ക് വിടുക. അടുത്ത ക്വസ്റ്റ്യൻ 13th one. If A and B are two co-prime numbers, write their LCM and HCF. എയും ബിയും രണ്ട് കോപ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ LCMഉം HCFഉം എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നു കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, രണ്ട് നമ്പേഴ്സ് കോപ്രൈം ആകണമെങ്കിൽ അതിന് കോമൺ ഫാക്ടർ 1 മാത്രമേ വരാൻ പാടുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2, 3, അത് രണ്ടും കോപ്രൈമാണ്. കാരണം 2നും 3ക്കും കോമൺ ഫാക്ടർ 1 ഉള്ളൂ. അതുപോലെ തന്നെ 5, 6, 5നും 6നും കോമൺ ഫാക്ടർ 1 ഉള്ളൂ. അപ്പോൾ കോമൺ ഫാക്ടർ 1 മാത്രമേ ഉള്ളെങ്കിൽ ആ കൈൻഡ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ LCM HCF എന്തായിരിക്കും? HCF ക്ലിയർലി നമുക്കറിയാം എന്തായിരിക്കും വരുന്നത്, HCF ഓഫ് AB.
is 1. കോമൺ ഫാക്ടർ 1 ഉള്ളെങ്കിൽ 1 ആയിരിക്കും അതിൻ്റെ HCF എന്ന് പറയുന്നത്. ആൻഡ് what is LCM? LCM of AB. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 2, 3 എന്ന് പറയുന്നത് എന്താ? കോപ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ അതിൻ്റെ LCM എന്തായിരിക്കും? ഇതിൻ്റെ LCM എന്താ വരുന്നത്? 2 into 3 അല്ലേ? ദറ്റ് ഈസ് 6. ഇനി അടുത്തത് ഇപ്പോൾ 2 ഉം 3 പ്രൈം നമ്പറും കൂടെയാണ്. ഇനിയിപ്പം പ്രൈം അല്ലാത്ത രണ്ട് നമ്പേഴ്സ് എടുക്കാം ഞാൻ. 3 and 3 വേണ്ട, 5 and 6. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ 5 ഉം 6 ഉം. അതിൻ്റെ LCM എന്താ വരുന്നത്? 5ൻ്റെ 6ൻ്റെ LCM 5 into 6 ദറ്റ് ഈസ് 30. അപ്പോൾ നോക്കിയേ, HCF 1ഉം LCM എപ്പോഴും എന്തായിരിക്കും വരുന്നത്? പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ്. അപ്പം LCM ഈസ് A into B. HCF 1ഉം LCM AB. അപ്പം ഈ രണ്ട് ആൻസേഴ്സും രണ്ടും LCM HCF കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ 2 മാർക്സ് കൊടുക്കുക. എന്തെങ്കിലും ഒന്നേ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ 1 മാർക്ക് ഇടുക. പിന്നെ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെയും ചോദിക്കാം കേട്ടോ. ഇഫ് A and B are two prime numbers, കോപ്രൈം എന്നുള്ളതിന് മാറ്റി പ്രൈം നമ്പേഴ്സ്, റൈറ്റ് ദെയർ LCM ആൻഡ് HCF. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ എന്ത് തന്നെയാണ്? HCF പ്രൈം നമ്പർ ആണെങ്കിലും HCF 1 ആയിരിക്കും. അതുപോലെ തന്നെ LCM എന്ന് പറയുന്നത് ആ രണ്ട് നമ്പേഴ്സിൻ്റെയും പ്രോഡക്റ്റും ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ കോപ്രൈമിന് പകരം പ്രൈം എന്ന് വന്നു കഴിഞ്ഞാലും ആൻസർ സെയിം തന്നെയാണ്. സെക്ഷൻ സിയിൽ 3 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. ഫൈൻഡ് ദ ലാർജസ്റ്റ് പോസിബിൾ പോസിറ്റീവ് ഇൻറ്റിജർ ദാറ്റ് വിൽ ഡിവൈഡ് 398, 436 and 542, ലീവിങ് റിമൈൻഡർ 7, 11, 15 റെസ്പെക്റ്റീവ്ലി. അതായത് ഈ 3 നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ 7, 11, 15 റെസ്പെക്റ്റീവ്ലി റിമൈൻഡർ വരുന്ന ഏറ്റവും ലാർജസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ കണ്ടുപിടിക്കാനായിട്ട്. ഈ നമ്പേഴ്സിനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് ഇതിനൊക്കെ ചെറിയ നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ചെയ്യേണ്ടത്? HCF ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, HCF ആണോ LCM ആണോ? അപ്പോൾ അങ്ങനെ ഡൗട്ട് ഉള്ളപ്പോഴേക്കും ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇതിനെയൊക്കെ ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും ഇതിനേലും ചെറിയ നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് HCF ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ HCF ആണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല. ഇവിടെ നമുക്ക് 398നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 7 റിമൈൻഡർ വരുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 398 മൈനസ് 7 ചെയ്യണം. അതുപോലെ തന്നെ 436 മൈനസ് 11 ചെയ്യണം. അതുപോലെ 542 മൈനസ് 15 ചെയ്യണം. അങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ നമ്പേഴ്സിൻ്റെ HCF കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കറസ്പോണ്ടിങ് റിമൈൻഡേഴ്സ് നമുക്ക് മൈനസ് ചെയ്യാം. ഫസ്റ്റ് നമ്പർ 398 മൈനസ് 7. 398 മൈനസ് 7 is 391. Next number 436 minus 11 equal to 425. Next number 542 minus 15 equal to 527. ഈ 391, 425, 527 ഈ നമ്പേഴ്സിൻ്റെ HCF ഇനി കണ്ടുപിടിക്കാം. HCF of 391, 425, 527. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് 391 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 391 3 പറ്റില്ല, 7 പറ്റില്ല, 11 കൊണ്ട് ഡിവിസിബിൾ അല്ല. ഫസ്റ്റ് 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 23 കിട്ടും. 23 പ്രൈം നമ്പറാണ്. അപ്പം 391 നമുക്ക് എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്? 391 ഈക്വൽ ടു 17 ഇൻറ്റു 23. അതുപോലെ അടുത്ത നമ്പർ ഏതാ? 425. അത് 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 85 വരും. അഗെയിൻ 5, 17 പ്രൈം നമ്പർ ആയതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അവിടെ. അതിന് 425 ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ ഇൻറ്റു 17. അടുത്ത നമ്പർ 527 നമുക്ക് ഫസ്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ, അതും 17 കൊണ്ടാണ്. നമുക്ക് ഫസ്റ്റ് പ്രൈം നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 17 ആണ്. 17 ഇൻറ്റു 31 ഒരു പ്രൈം നമ്പറാണ്. അപ്പം 527 നമുക്ക് 17 ഇൻറ്റു 31 എന്ന് എഴുതാം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഏതാണ് ഇതിൻ്റെ HCF എന്ന് പറയുന്നത്? കോമൺ ആയിട്ട് ഇവിടെ 17 മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഹയസ്റ്റ് പവറും 17⁻1 ആണ്. സോ HCF ഓഫ് 391, 425, 527 ഈസ് 17. അപ്പോൾ എന്താ അതിൻ്റെ ആൻസർ എന്താ? 17 എന്ന് പറയുന്ന നമ്പറാണ് ഈ 398നെയും 436നെയും 542നെയും ഡിവൈഡ് ചെയ്യുമ്പോൾ റെസ്പെക്റ്റീവ്ലി 7, 11, 15 റിമൈൻഡേഴ്സ് വരുന്ന ഏറ്റവും ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാ?
17. For 17 is the largest positive integer that will divide 398, 436 and 542, leaving remainder 7, 11 and 15 respectively. ഇനി ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ അകത്ത് എങ്ങനെ മാർക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ഈ സബ്ട്രാക്ട് ചെയ്തേക്കുന്നത് കറക്റ്റായിട്ടാണ് ചെയ്തേക്കുന്നതിന് അവിടെ ഒരു ഹാഫ് മാർക്ക് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ, ഓരോ നമ്പേഴ്സിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ കറക്റ്റ് ആണെങ്കിൽ ഹാഫ് മാർക്ക് വീതം കൊടുക്കുക. അപ്പോഴേക്കും ഇവിടെ ഹാഫ് മാർക്ക് പ്ലസ് ഇവിടെ 3 ഹാഫ് മാർക്ക് ആകുമ്പോൾ ടോട്ടൽ 2 മാർക്സ് ആയി. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ HCF കണ്ടുപിടിച്ചിട്ട് 17 എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 1 മാർക്ക് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ 3 മാർക്സ് കൊടുക്കുക. കറക്റ്റ് ഫുൾ ശരിയാണെങ്കിൽ 3 മാർക്സ് അവിടെ ഇടുക. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 15. The traffic lights at 3 different road crossings changes after every 48 seconds, 72 seconds and 108 seconds respectively. If they all change simultaneously at 8:20 hours, then they will again change simultaneously at what time? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 1.2 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു സർക്കുലർ പാത്തിൻ്റെ ചുറ്റും സോണിയ ആൻഡ് രവി റൗണ്ട് ചെയ്യും. അവിടെ ഒരാൾ സോണിയ 18 മിനിറ്റ്സ് എടുക്കും അത് ഒരു റൗണ്ട് ഡ്രൈവ് ചെയ്യാനായിട്ട്. അതുപോലെ രവി 12 മിനിറ്റ്സ് എടുക്കും. അതായത് സോണിയ ഇതൊരു സർക്കുലർ പാത്താന്ന് വിചാരിക്കുക. സോണിയ എടുക്കുന്നത് രണ്ടുപേരും സെയിം പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോണിയ ഒരു കംപ്ലീറ്റ് ഇത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് 18 മിനിറ്റ്സ് എടുക്കും. അതായത് ആദ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരുമ്പോൾ 18 മിനിറ്റ്സ് എടുക്കും. രണ്ടാമത്തെ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരുമ്പോഴേക്കും എത്ര മിനിറ്റ്സ് എടുക്കും? 36 മിനിറ്റ്സ് എടുക്കും. അതുപോലെ രവി എടുക്കുന്നത് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ 12 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് വരാനായിട്ടോ 12 + 12 24 മിനിറ്റ്സ് എടുക്കും. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും 36 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ സോണിയ 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തപ്പോൾ 36 മിനിറ്റ്സ് എടുത്തു. അതുപോലെ രവി എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തപ്പോഴാണ്? 3 ടൈംസ് റൊട്ടേറ്റ് ചെയ്തപ്പോഴാണ് ഈ പറഞ്ഞ 36 മിനിറ്റ്സ് എടുത്തിരിക്കുന്നത്. എത്ര മിനിറ്റ് കഴിയുമ്പോഴാണ് ഇവർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പിന്നെയും മീറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരുന്നത്. ഇവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരേ പോയിന്റിൽ നിന്നാണ്. അപ്പോൾ എത്ര ടൈം കഴിഞ്ഞിട്ടാണ് ഇവർ പിന്നീട് ആ പോയിന്റിൽ തന്നെ മീറ്റ് ചെയ്യുന്നതെന്നായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അപ്പോൾ സോണിയ 36 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും ഇവിടെ ഈ പോയിന്റിലെത്തും. അതേപോലെ തന്നെ രവിയും 36 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ പോയിന്റിലെത്തും. അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? ആഫ്റ്റർ 36 മിനിറ്റ്സ് ദേ വിൽ മീറ്റ് അഗെയിൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പം ഈ 36 എന്ന് പറയുന്നത് എന്താ ശരിക്കും? അപ്പം ആദ്യം എന്തായിരുന്നു? സോണിയ 18 മിനിറ്റ്സ് ആണ് എടുക്കുന്നത് ഒരു പ്രാവശ്യം റൗണ്ട് ചെയ്യാനായിട്ട് ഗ്രൗണ്ടിനെ. അതുപോലെ തന്നെ രവി എടുക്കുന്നത് 12 മിനിറ്റ്സ് ആണ്. ഈ 18ൻ്റെയും 12ൻ്റെയും LCM ആണ് ഈ പറഞ്ഞ 36 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഇനിയിപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ ഇവിടെ നമുക്ക് 3 ഡിഫറെൻറ്റ് സിഗ്നൽസ് ഉണ്ട്. അതിലൊരെണ്ണം 48 സെക്കൻഡ്സ് കഴിയുമ്പോഴാണ് ചേഞ്ച് ആവുന്നത്, വേറൊരെണ്ണം 72 സെക്കൻഡ്സ് കഴിയുമ്പോൾ, അടുത്തത് 108 സെക്കൻഡ്സ് കഴിയുമ്പോഴേക്കും. അപ്പോൾ ആദ്യം ഒരു ടൈമിൽ ഇപ്പോൾ 8:20 സപ്പോസ് അത് 8:20 AM ആണെന്ന് വിചാരിക്കുക. 8:20 AM ഇത് ഒരേപോലെ ചേഞ്ച് ആയി. ഇനി എത്ര ടൈം കഴിയുമ്പോഴാണ്, എത്രാമത്തെ സമയത്താണ് ഇത് പിന്നീടും ചേഞ്ച് ആവുന്നതെന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ശരിക്കും എന്ത് ചെയ്താൽ മതി? 48ൻ്റെയും 72ൻ്റെയും 108ൻ്റെയും LCM കണ്ടുപിടിച്ചാൽ മതി. ഫസ്റ്റ് നമുക്കിതിൻ്റെ LCM കണ്ടുപിടിക്കാം. അപ്പോൾ അതിനെ ഓരോന്നിനെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പം 48, 72 ആൻഡ് 108. 48നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പം 2, 24, 2, 12, 2, 6, again 2, 3. അപ്പോൾ 2⁴ ഇൻറ്റു 3 എന്നാണ് വരുന്നത്. അടുത്തത് 72. 72നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോഴേക്കും അവിടെയും 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 36, 2, 18, 2, 9, 3 3s are 9. അപ്പോൾ അത് 2³ ഇൻറ്റു 3². അടുത്ത നമ്പർ 108. 108 ഈവൻ നമ്പറാണ്. അപ്പോൾ 2 കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 54, 2, 27, 3, 9, 3 ഇൻറ്റു 3 9. അവിടെ അപ്പോൾ നമുക്കത് 2² ഇൻറ്റു 3³ 2² ഇൻറ്റു 3³. വാട്ട് ഈസ് ദ LCM ഓഫ് 48, 72 ആൻഡ് 108? എന്തായിരിക്കും വരുന്നത്? 2⁴, 2³ 2². അപ്പോൾ അതിൻ്റെ അകത്ത് 2⁴ എടുക്കും നമ്മൾ LCMത്തിന്. അതുപോലെ 3യുടെ പവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഹയസ്റ്റ് പവർ 3³. അപ്പോൾ 2⁴ ഇൻറ്റു 3³ ആണ് വരുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2⁴ എന്ന് പറഞ്ഞാൽ 16, 16 ഇൻറ്റു 3³ ദറ്റ് ഈസ് 27. 16 ഇൻറ്റു 27 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 432.
അതായത് എന്താ ഇപ്പോൾ കിട്ടിയേക്കുന്ന 432 എന്ന് പറയുന്ന ആൻസർ എന്തായത്? അതായത് 432 സെക്കൻഡ്സ് കഴിയുമ്പോഴാണ് ഈ ലൈറ്റ് എല്ലാം പിന്നെയും ഒരേപോലെ തന്നെ ചേഞ്ച് ആവുന്നത്. ഈ സിഗ്നൽസിലെ ലൈറ്റ് ചേഞ്ച് ആവുന്ന ആഫ്റ്റർ 432 സെക്കൻഡ്സ് കഴിയുമ്പോഴേക്കും ഒരേപോലെ തന്നെ ചേഞ്ച് ആവും. 432 സെക്കൻഡ്സ്. ഇനി ആദ്യം ഇവർ ഒരേപോലെ ചേഞ്ച് ആയത് ഏത് ടൈമിലാണ്? 820 hours എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര ടൈമിലാണ് ചേഞ്ച് ആയതെന്ന് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം നമ്മൾ? അപ്പോൾ ഈ സെക്കൻഡ്സിനെ കൂടെ നമുക്ക് മിനിറ്റിലേക്ക് മാറ്റാം. 432 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ മിനിറ്റിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 60. കാരണം 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡ്സ് ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 60 ചെയ്യാം. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. അപ്പം 432 ഡിവൈഡഡ് ബൈ 60 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7 × 60 420. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 12. അപ്പോൾ നോക്കിയേ 7 മിനിറ്റ് 12 സെക്കൻഡ്സ് അല്ലേ? കോഷ്യൻ്റ് നമുക്ക് 7 കിട്ടി. ഈ 12 എന്ന് പറയുന്നത് റിമൈൻഡർ ആണ്. അപ്പോൾ അത് 12 സെക്കൻഡ്സ് വരും. അപ്പോൾ ഇത് നമുക്ക് 7 മിനിറ്റ്സ് 12 സെക്കൻഡ്സ് അങ്ങനെയാണ് നമുക്ക് 430. അതായത് 7 മിനിറ്റ്സ് 12 സെക്കൻഡ്സ് കഴിയുമ്പോഴേക്കാണ് ഈ സിഗ്നൽസ് എല്ലാം പിന്നീടും ഒരേപോലെ ചേഞ്ച് ആവുന്നത്. അപ്പോഴേക്കും നമുക്ക് ആൻസർ എന്തായിരുന്നു? 820 ആദ്യം ഇവർ ഒരേപോലെ ചേഞ്ച് ആയതെങ്കിൽ അടുത്ത നെക്സ്റ്റ് ടൈം ഇവർ ഏത് ടൈമിലാണോ ഒരേപോലെ സൈമൾട്ടേനിയസ്ലി ചേഞ്ച് ആവുന്നുള്ളതിൻ്റെ ആൻസർ എന്താണ്? അറ്റ് 820 കൂടെ ഈ 7 മിനിറ്റ്സ് 12 സെക്കൻഡ്സും കൂടെ ആഡ് ചെയ്യണം. അപ്പം 8 hour 27 minute 12 seconds hours. They will again change simultaneously. അതായത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 3 നമ്പേഴ്സ് കൊണ്ട്, ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന 48, 72, 108 ഈ 3 നമ്പേഴ്സ് കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? LCM. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിനകത്തൊക്കെ നമ്മൾ LCM കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ അകത്ത് ഇനി എങ്ങനെയാണ് മാർക്ക് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഈ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്ന ഓരോന്നിൻ്റെയും കറക്റ്റ് ആണെങ്കിൽ ഹാഫ് വീതം കൊടുക്കാം. അപ്പോൾ അവിടെ 1.5 മാർക്കായി. ഇനി LCM കാൽക്കുലേറ്റ് ചെയ്യുന്നത് കറക്റ്റ് 432 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഹാഫ് മാർക്ക് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ 2 മാർക്സായി. പിന്നെ ഈ കൺവേർഷൻ, അതായത് ഈ സെക്കൻഡ്സിനെ മിനിറ്റിലേക്ക് മാറ്റി 7 മിനിറ്റ്സ് 12 സെക്കൻഡ്സ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ ഹാഫ് മാർക്ക് കൊടുക്കാം. അതുപോലെ ലാസ്റ്റ് ഈ 820 കൂടെ 7 കൂടെ ആഡ് ചെയ്ത് എഴുതുന്നതാണ് ഫൈനൽ ആൻസർ. അപ്പം 827 12 hours എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ ഹാഫ് മാർക്ക് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ 3 മാർക്സ് അങ്ങനെ വരും. അപ്പോൾ ആ രീതിയിൽ മാർക്ക് കൊടുക്കുക നിങ്ങൾ. സെക്ഷൻ ഡിയിലും 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 4 മാർക്ക് വീതം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് 3 + 2√5 ഈസ് ഇറാഷണൽ. ഇതിപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആദ്യം എന്ത് പ്രൂവ് ചെയ്യണം? √5 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം 3 + 2√5 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. ഫസ്റ്റ് നമുക്ക് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് √5 ഈസ് ഇറാഷണൽ. അതിനുവേണ്ടി എന്താ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്? അസ്യൂം ദാറ്റ് √5 ഈസ് റാഷണൽ. ദസ് √5 ഈക്വൽ ടു ഏത് ഫോമിൽ എഴുതാം? a/b where a and b are co-prime. ഇനി ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോഴേക്കും 5 is equal to a²/b². ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 5b² equal to a² എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ മീനിങ് എന്താ? 5b² equal to a² എന്ന് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പറയാം 5 divides a². ദെൻ യൂസിങ് ദ തിയറം, നമുക്കൊരു തിയറം ഉണ്ടായിരുന്നു, ലെറ്റ് p be a prime. ഇഫ് p divides a², then p divides a also. അതുപോലെ തന്നെ ഇവിടെ p എന്ന് പറയുന്നത് പ്രൈം നമ്പർ, ഇവിടെ 5 പ്രൈം നമ്പറാണ്. 5 a² ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനെ ഡിവൈഡ് ചെയ്യും, എയും ഡിവൈഡ് ചെയ്യും. 5 divides a. അത് നമുക്ക് റിസൾട്ട് 1 ആയിട്ട് കൊടുക്കാം. സോ സിൻസ് 5 divides a, എനിക്ക് a 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. a is equal to some 5 × c. പിന്നെ നമ്മൾ ഈ റിസൾട്ടിനെ സ്ക്വയർ ചെയ്യും. അപ്പോൾ a² equal to 25c². ഇനി ഈ a²ന് പകരം ഈ 5b² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ 5b² equal to 25c². 5 25 കട്ടാകുമ്പോൾ ഇവിടെ 5 വരും. സോ b² equal to 5c². ഇതിൻ്റെ മീനിങ് എന്താ? b²നെ 5 × c² എന്ന് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 5 divides b². സോ യൂസിങ് ദ സെയിം തിയറം 5 divides b also. ഈ റിസൾട്ടിന് 2 എന്ന് കൊടുക്കുക. ഫ്രം 1 and 2 ഏതായിരുന്നു? 1 5 divides a. സെക്കൻഡ് റിസൾട്ട് എന്താ? 5 divides b. 5 എയും ബിയെയും ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 5 divides both a and b, which implies that 5 is a common factor to both a and b. എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് 5 എന്നൊരു ഫാക്ടർ ഉണ്ടെന്നാണ് കിട്ടിയത്. പക്ഷെ നമ്മുടെ അസംഷൻ എന്തായിരുന്നു? a and b are കോപ്രൈം. കോപ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എയ്ക്കും ബിക്കും 1 അല്ലാതെ ഒരു കോമൺ ഫാക്ടേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ
കണ്ടീഷൻ എടുത്തിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ചെയ്തു വന്നപ്പോൾ കിട്ടിയത് എക്കും ബിക്കും 5 എന്ന് പറയുന്നൊരു കോമൺ ഫാക്ടർ ഉണ്ടെന്ന് കിട്ടി. വിച്ച് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ ദാറ്റ് എ ആൻഡ് ബി ആർ കോപ്രൈം. ദിസ് കോൺട്രഡിക്ഷൻ ഒക്കേഴ്സ് ഓഫ് അവർ റോങ് അസംഷൻ. എന്താ നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്തത് എന്താ, √5 റാഷണൽ ആണെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടായത്. സോ our assumption that √5 is rational is wrong, therefore √5 is irrational. അപ്പോൾ ഇതുവരെ ആൻസർ കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്നും മിസ്സാകാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്സ് കൊടുക്കാം. അതായത് ഫസ്റ്റ് നമ്മുടെ അസംഷൻ റാഷണൽ ആണെന്നുള്ളത്, പിന്നെ 5 divides a ആ റിസൾട്ടുകളെല്ലാം വേണം, 5 divides b എന്നുള്ള റിസൾട്ട് വേണം, അതുപോലെ എയും ബിക്കും 5 എന്ന് പറയുന്ന കോമൺ ഫാക്ടർ ഉള്ളതുകൊണ്ട് ആ കോപ്രൈം എന്നുള്ള എടുത്തിരിക്കുന്ന കണ്ടീഷനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുള്ള ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ 2 മാർക്സ് കൊടുക്കാം. അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട 3 + 2√5 ഇറാഷണൽ എന്നുള്ളത് അതെടുക്കാം. ഇനി അടുത്ത സെക്കൻഡ് കണ്ടീഷൻ. നൗ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് 3 + 2√5 ഈസ് ഇറാഷണൽ. അതിന് വേണ്ടിയിട്ട് വി അസ്യൂം ദാറ്റ് 3 + 2√5 ഈസ് റാഷണൽ. ദസ് 3 + 2√5 ഈസ് ഈക്വൽ ടു റാഷണൽ ആയതുകൊണ്ട് നമുക്ക് a/b എന്ന് തന്നെ എടുക്കാം. വേറെ a and b ആർ ഇവിടെ കോപ്രൈം എന്ന് എടുക്കണമെന്നില്ല, ഇൻറ്റിജേഴ്സ് എടുത്താലും മതി. ദെൻ ഇനി 2√5 ഈസ് ഈക്വൽ ടു, ഇനി എന്താ നമ്മൾ ചെയ്യുന്ന, √5 മാത്രം നമ്മൾ ഏതെങ്കിലും ഈക്വൽ ടുൻ്റെ ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേമിനെ എല്ലാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് LCM ഒക്കെ എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്തു പോകുമ്പോൾ 2√5 ഈസ് ഈക്വൽ ടു a/b -3. ഈ +3 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -3. ഇനി ഇവിടെ LCM എടുക്കുമ്പോൾ എന്താ വരുന്നത്, a - 3b/b എന്ന് വരും. ഇനി 2നെയും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് ഈ ഡിനോമിനേറ്ററിലേക്ക് പോകും. അപ്പം √5 ഈക്വൽ ടു a - 3b/2b എന്ന് വന്നു. ഇനി ഇവിടെ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, എയും ബിയും ഒക്കെ നമ്മൾ ഇൻറ്റിജേഴ്സ് എടുത്തത്, അതുപോലെ തന്നെ നമുക്ക് 2ഉം 3ഉം ഒക്കെ ഇൻറ്റിജേഴ്സ് ആണെന്നറിയാം. സിൻസ് a, b, 2 and 3 ആർ ഇൻറ്റിജേഴ്സ്, a - 3b/2b ഇസ് എ റാഷണൽ നമ്പർ. അപ്പം നോക്കി നമുക്ക് RHS റാഷണൽ നമ്പർ ആണെന്ന് കിട്ടി. എന്തിനോടാണ് ഈക്വൽ ഇത്, √5നോട്. അപ്പോൾ √5 എന്തായിരിക്കണം, എന്തായാലും പറ്റുള്ളൂ, റാഷണൽ നമ്പർ തന്നെ ആയിരിക്കണം. Therefore ഇവിടുന്ന് നമുക്ക് കിട്ടും √5 is a റാഷണൽ നമ്പർ എന്ന് കിട്ടും. വിച്ച് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് √5 ഇറാഷണൽ. നമ്മൾ തൊട്ട് മുമ്പ് എന്താ പ്രൂവ് ചെയ്തത്, √5 ഇറാഷണൽ ആണെന്ന് തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്തിട്ടുണ്ട്, അതിനെ കോൺട്രഡിക്റ്റ് ചെയ്തേക്കുവാണ്. ദിസ് കോൺട്രഡിക്ഷൻ ഒക്കേഴ്സ് ഓഫ് അവർ റോങ് അസംഷൻ ദാറ്റ് 3 + 2√5 ഈസ് റാഷണൽ. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ഒക്കർ ചെയ്തത്. Therefore 3 + 2√5 ഈസ് ഇറാഷണൽ. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞിരിക്കുന്ന പോലെ റാഷണൽ ആണെന്നുള്ള അസംഷൻ വരണം. അതുപോലെ ഇതിനെ a/b എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഇതുപോലുള്ള ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിനെ a - 3b/2b എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇനി അതുപോലെ ഇത് എന്തിനാണ് കോൺട്രഡിക്റ്റ് ചെയ്യുന്നുള്ള പോയിന്റ്, ഇവിടെ ഇത് റാഷണൽ നമ്പർ ആണ്, അത് √5നോട് ഈക്വൽ ആണ്. അപ്പോൾ √5 റാഷണൽ നമ്പർ ആണ്. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 2 മാർക്സ് കൊടുക്കാം. അങ്ങനെ ടോട്ടൽ 4 മാർക്സ് ഈ സെക്ഷനിൽ നിന്ന് കിട്ടും. സെക്ഷൻ ഡിയിലെ അടുത്ത ക്വസ്റ്റ്യൻ number 17. Use Euclid's division lemma to show that the square of any positive integer is either of the form 3m or 3m + 1 for some integer m. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം ഇവിടെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജറിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, any positive integer a is of the form 3q, 3q + 1 or 3q + 2. ഫസ്റ്റ് ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. എന്നിട്ട് നമ്മൾ ഇത് 3 കേസ് ആയിട്ടാണ് ഇതിന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പം കേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലെറ്റ് എ ആ പോസിറ്റീവ് ഇൻറ്റിജർ 3q, 3യുടെ മൾട്ടിപ്പിൾ ഫോം ആണെങ്കിൽ 3q എന്ന് എടുത്തു. ദെൻ സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റിജർ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇതിൻ്റെ സ്ക്വയർ എടുത്തു, a², ദറ്റ് ഈസ് 3q ദ ഹോൾ സ്ക്വയർ. സ്ക്വയർ ചെയ്യുമ്പോൾ 9q² വരും. അവിടെ നമുക്ക് 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ 3 × 3q² എന്ന് എഴുതാം. അല്ലെങ്കിൽ അതിനെ 3 × m എന്നുള്ള ഫോമിൽ എഴുതാം, വേറെ m = 3q². ബ്രാക്കറ്റിലുള്ളതിനെ m എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ, അതൊരു ഇൻറ്റിജർ ആണ്. അപ്പോൾ 3 × m എന്ന് കിട്ടി. ഫസ്റ്റ് നമുക്ക് 3m അല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾ +1, ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്നതെന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് കേസിൽ നമുക്ക് 3യുടെ മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടി. സെക്കൻഡ് കേസോ, ലെറ്റ് a = സെക്കൻഡ് നമ്പർ എടുക്കുക, 3q + 1. Again squaring, a² = 3q + 1 the whole square. a + b the whole square പോലെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 9q² + 6q + 1 വരും. ഇനി ഈ ഫസ്റ്റ് 2 ടേംസിൻ്റെ അകത്ത് നമുക്ക് 3 കോമൺ എടുക്കാമല്ലോ. എടുത്തു കഴിയുമ്പോൾ എന്താ വരുന്നത്, 3 × ബ്രാക്കറ്റിൽ 3q² + 2q + 1. അല്ലെങ്കിൽ ഇതിനെ 3m + 1 എന്ന് എഴുതാം, വേറെ m = ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളത് അതേതാ 3q² + 2q which is an integer. അപ്പോൾ നോക്കി ഇവിടെ നമുക്ക് a 3q + 1 എന്ന് എടുത്തപ്പോഴേക്കും അതിൻ്റെ സ്ക്വയർ, അതായത് a² എന്ന് പറയുന്നത് എന്ത് ഫോമിൽ കിട്ടി, 3m + 1. അടുത്തത് ലാസ്റ്റ് കേസ് 3, ലെറ്റ് a = 3q + 2. അവിടെ ഇനി സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ വരുന്നത്, a² = 3q + 2 the whole square. അല്ലെങ്കിൽ അതിനെ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ 9q² + 12q + 4, ദറ്റ് ഈസ് 9q² + 12q പ്ലസ് ഈ 4നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ 3 + 1 എന്ന് എഴുതുക. എന്നിട്ട് ഈ 3 ടേംസിൻ്റെ അകത്തുനിന്ന് 3 കോമൺ എടുക്കും. 3 കോമൺ എടുത്ത് കഴിയുമ്പോൾ എന്ത് വരും, 3q² + 4q + 1, ദെൻ പ്ലസ് ഈ ലാസ്റ്റ് കിടക്കുന്ന 1 പിന്നെ സെപ്പറേറ്റ് എഴുതി. ഇനി എന്താ ചെയ്യുന്നത്,
ഈ ബ്രാക്കറ്റിലുള്ള 3q² + 4q + 1നെ m ഡിനോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് വന്നു? ഇസ് ഈക്വൽ ടു 3m + 1 വേർ m ഈക്വൽ ടു 3q² + 4q + 1 വിച്ച് ഇസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ നോക്കിയേ, എക്ക് 3 ഫോമാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? 3q, 3q + 1, 3q + 2. ആ 3 കേസിലും സ്ക്വയർ ചെയ്തപ്പോഴേക്കും സ്ക്വയർ ടേം നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഒന്നല്ലെങ്കിൽ അത് 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടി. ഫസ്റ്റ് കേസിൽ 3യുടെ മൾട്ടിപ്പിൾ എന്ന് കിട്ടി. സെക്കൻഡ് ആൻഡ് തേർഡ് കേസിൽ സ്ക്വയർ ഓഫ് ഇൻറ്റിജർ എന്ന് പറയുന്നത് 3m + 1 എന്നുള്ള ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ദ സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റിജർ ഈസ് ഐദർ ഓഫ് ദ ഫോം 3m or 3m + 1 ഫോർ സം ഇൻറ്റിജർ m. അപ്പോൾ ഇതുപോലെയാണ് ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യേണ്ടത്. ഇത്രയും സ്റ്റെപ്സ് അതിൻ്റെ അകത്ത് ഉണ്ടാവണം. ഫസ്റ്റ് നമ്മൾ ആ യൂക്ലിഡ്സ് ഡിവിഷനിൽ എം യൂസ് ചെയ്തിട്ടാണ് ആ നമ്പേഴ്സ് നമ്മൾ ചൂസ് ചെയ്തത്. ആ സ്റ്റെപ്പ് അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ പിന്നെയുള്ളത് കേസ് 1, കേസ് 2, കേസ് 3. ഇങ്ങനെ 3 കേസും പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഇൻറ്റിജറീസ് ഓഫ് ദ ഫോം, അതായത് ഓരോന്നിനും ഓരോ മാർക്ക് വെച്ച് നിങ്ങൾ കൂട്ടിക്കോളൂ. ഫസ്റ്റ് ഈ പോയിന്റ് എഴുതിയേക്കുന്നവർക്ക് 1 മാർക്ക് കൊടുക്കാം. പിന്നെ കേസ് 1, കേസ് 2, കേസ് 3ക്ക് ഓരോന്നിനും ഓരോ മാർക്ക് വീതം, അങ്ങനെ ടോട്ടൽ 4 മാർക്സ്. എല്ലാം കറക്റ്റ് ആയിട്ടുള്ളവർക്ക് 4 മാർക്സ് ഇടാം. അപ്പോൾ നിങ്ങൾ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് ഞാൻ പറഞ്ഞു, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റായിട്ട് കൊടുക്കണം. എങ്കിലേ നിങ്ങൾക്കിത് ചാപ്റ്റർ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലായി, നിങ്ങളുടെ ആ മാർക്കിനെ എനിക്ക് അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് നിങ്ങളുടെ മാർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഓൾമോസ്റ്റ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് നന്നായിട്ടത് ക്ലിയർ ആയെന്നും വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ പോളിനോമിയൽസ് ആണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.